പ്രതിച്ഛായ ചാണ്ടിയുമ്മന്റെയും ഉമ്മൻചാണ്ടിയുടെയും കഥയാണെന്ന് പറഞ്ഞത് ശരിയാണോ? എന്നാര് പറഞ്ഞു? മൊത്തത്തിൽ അങ്ങനെ ഒരു ടോക്ക് ഉണ്ട്. പിന്നെ ഇറ്റ്സ് എ ബിലോ ആവറേജ് ഫിലിം. അതിനെക്കുറിച്ച് ഇത്രയും വലിയ ബിൽഡപ്പ് ഒക്കെ ആവശ്യമുണ്ടോ? ഇതൊക്കെ ഒത്തിരി ഓവറല്ലേ? പ്രതിച്ഛായ നല്ലൊരു പൊളിറ്റിക്കൽ ത്രില്ലർ അല്ലേ? മലയാളത്തിൽ കുറേ നാളായി അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ട്. തിയേറ്ററിൽ അത്ര വിജയിച്ചില്ലെങ്കിലും OTT നല്ല റിവ്യൂസ് ആയിരുന്നു. ഈ പൊളിറ്റിക്കൽ ത്രില്ലർ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കണേ? രാഷ്ട്രീയ നേതാക്കളുടെ പേരൊക്കെ മാറ്റി ഒരു കഥ പറഞ്ഞാൽ അത് പൊളിറ്റിക്കൽ ത്രില്ലർ ആവും? ശരിക്കും പറഞ്ഞാൽ പ്രതിച്ഛായ ഒരു റിവെഞ്ച് സ്റ്റോറി എന്നൊക്കെ പറയാം. അത്രയൊക്കെ ഉള്ളൂ. പൊളിറ്റിക്സ് ഈസ് മച്ച് ഡീപ്പർ. അതിലിപ്പോൾ എന്താ, ഇതൊക്കെ ചേർന്നല്ലേ രാഷ്ട്രീയം. ഇപ്പോൾ സമീപകാലത്ത് വന്ന സോളാർ കേസ്, ബാർക്കോഴ, ഡേറ്റ തെഫ്റ്റ്, ഇതൊക്കെ ചേർന്ന കാര്യങ്ങളല്ലേ ഇതിൽ പറയുന്നത്? ഇതെല്ലാം പറയുന്നുണ്ടല്ലോ. നല്ല വെള്ളപൂശലുണ്ട്. അതായത് സ്വന്തം മകൻ തന്നെ പെരുങ്കള്ളൻ എന്ന് വിളിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ക്യാരക്ടർ അയാൾ അവസാനമാകുമ്പോഴേക്കും നന്മമരമായി മാറും. വെരി നൈസ്. അങ്ങനെ നോക്കിയാൽ പിന്നെ മലയാളത്തിൽ ഏതാണ് രാഷ്ട്രീയ സിനിമ എന്ന് പറയാനുള്ളത്? സന്ദേശമോ? സന്ദേശം രാഷ്ട്രീയ സിനിമയല്ലല്ലോ, അത് അരാഷ്ട്രീയ സിനിമയാണല്ലോ. അങ്ങനെയാണെങ്കിൽ അഖിൽമാരാരുടെ താത്വിക അവലോകനൊക്കെ എന്ത് സിനിമയാണ്? വിഷയത്തിൽ നിന്ന് വല്ലാണ്ട് മാറിപ്പോകും. രാമലീലയുടെ പ്രതിച്ഛായയുടെ കാര്യം പറ. മാറ്റി പറയുന്നു വേണ്ട, രാമലീല അത് കറക്റ്റാണ്. അതായത് അച്ഛന് വേണ്ടി പ്രതികാരം ചെയ്യാൻ വേണ്ടി എതിർ പാർട്ടിയിൽ നിന്ന് കൂറുമാറി വരുന്ന ഒരു മകൻ. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മറ്റേ വിയറ്റ്നാം കോളനി കോപ്പി അടിച്ചതാണ് അവതാർ എന്നൊക്കെ പറയാലോ. കാര്യത്തിലേക്ക് വാ. പിന്നെ നിവിൻ പോളിയുടെ നല്ലൊരു വേഷം, കണ്ടു ശീലിച്ചിട്ടില്ലാത്തൊരു വേഷം. ബാലചന്ദ്ര മേനോൻ്റെ ഒരു തിരിച്ചുവരവെന്ന് പറയാം. പുതിയ നായിക നീതുവിൻ്റെ നല്ല ഫ്രഷ്നെസ് ഉള്ള പെർഫോമൻസ്, ഇതൊക്കെ പോരെ. പിന്നെ തിയേറ്ററിൽ അല്ല, സിനിമയ്ക്ക് വലിയ പബ്ലിസിറ്റി ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് ഇതത്ര ഓടാത്തതെന്ന് തോന്നുന്നു. ബാലചന്ദ്ര മേനോൻ്റെ ക്യാരക്ടറിൽ അത് ആനക്കാട്ടിൽ ഇപ്പച്ചൻ്റെയും ലാഹേൽ വക്കച്ചിൻ്റെയും മറ്റേ ചേറാടിയിൽ കറിയുടെയൊക്കെ ഒരു അതുമായിട്ടൊരു സാമ്യമില്ലേ കഥാപാത്രത്തിന്? ഹൗ ഡയർ യു! ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ആയിട്ട് നീ എങ്ങനെയാണ് അയാളെ കമ്പയർ ചെയ്യുന്നത്? ബാലേന്ദ്രമേനോൻ നന്നായിട്ടൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്, പക്ഷേ ഈ പവർ പാക്ഡ് ആയിട്ടുള്ള ആ ക്യാരക്ടേഴ്സൊക്കെ ആയിട്ട് ഒരു തരത്തിലും കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇതൊരു മാതിരി പഴം വിഴുങ്ങിയ ക്യാരക്ടർ. അതിനേക്കാളും പവർ പാക്ഡ് ആണ് അതിലെ സായികുമാറിന്റെ സഖാവ് എന്ന് പറയുന്ന ക്യാരക്ടർ. സായികുമാറിന്റെ സഖാവ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വേറെ ചിലരൊക്കെ ആയിട്ട് യാദൃച്ഛികത തോന്നിയാലും തെറ്റൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ നോക്കിയാൽ ആനഗസ്റ്റിന്റെ കഥാപാത്രവും നമ്മൾ കണ്ട പലരുമായിട്ട് സാമ്യമുണ്ടല്ലോ. അതാണ് ചിത്രത്തിന്റെ USP. ഭയങ്കര ഒരു USP ആയിപ്പോയി. ഇത് ഫെസ്റ്റിവൽ സീസണൊക്കെ പോലെ ഇലക്ഷൻ സീസണിൽ ഒരു പടം ഇറക്കി, പക്ഷേ ഒത്തില്ല, പാളിപ്പോയി. അത് മാത്രല്ല, മിക്ക സിനിമയിലും കാണും മീഡിയാസിനെ കുറെ കുറ്റം പറയുന്ന ആൾക്കാർ. അതുപോലെ ഇതിനകത്തും ഉണ്ട്. നല്ല മീഡിയക്കാരും ഉണ്ടല്ലോ. പക്ഷെ അയാൾ മാനിപ്പുലേറ്റ് ചെയ്യാണല്ലോ. നല്ലൊരു കാര്യത്തിനല്ലേ? നല്ലൊരു കാര്യത്തിന് വേണ്ടി ED-നെ കൊണ്ട് പിടിപ്പിക്കാന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് ടു മച്ച്. പിന്നെ ഇതിന്റെ സെക്കൻഡ് പാർട്ട് തിയേറ്റർ വരുമ്പോൾ നോക്കും, ഹിറ്റായി. അശ്വ, ഇതിന് സെക്കൻഡ് പാർട്ടും ഉണ്ടോ? അതിന്റെ ക്ലൈമാക്സിൽ ഹിന്ദി വന്നിട്ടുണ്ടല്ലോ, വേണേ കണ്ടാൽ മതി.